കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേരള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച. കെ സുധാകരന്റെ പരാതി സംബന്ധിച്ച ചോദ്യത്തോട് സുധാകരൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും എല്ലാ മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ലെന്നുമായിരുന്നു ഖാർഗെയുടെ പ്രതികരണം. കേരളത്തിൽ കോൺഗ്രസിന് 100% പ്രതീക്ഷയുണ്ടെന്നും ഖാർഗെ പറഞ്ഞു. PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, നേതാക്കൾക്കെതിരെയാണ്, നേതാക്കൾക്കിടയിൽ അനൈക്യമുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ അത് പരിഹരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന പരാതിയാണ് കെ സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. അത് ഖാർഗെ കൺഫേം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്താമെന്ന ആലോചനയാണ് നടക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം ഹൈക്കമാൻഡ് വിളിപ്പിച്ചത്. ആദ്യം ഈ നേതാക്കളുമായി ഒറ്റയ്ക്ക് ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരുമിച്ചുള്ള യോഗം ചേരുകയാണ്. ആ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ തന്നെ കേരളത്തിലെ പല നേതാക്കളും ശക്തമായ അതിർത്തിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ കുറിച്ച് ഉയർത്തിയത്. അതിൽ പ്രധാനമായും മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ചില അതിർത്തികൾ അറിയിക്കുന്നു. അതായത് ഈ പാർട്ടിക്കുള്ളിൽ വലിയ അനൈക്യം നിലനിൽക്കുന്നു. ഇത് ഉണ്ടാക്കുന്നത് കോൺഗ്രസിലെ ചില നേതാക്കളെന്ന് തന്നെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് മാധ്യമങ്ങളോടും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമായും ഈ അനൈക്യം പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടിക്കുള്ള മുന്നോട്ട് പോക്ക് അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകും. തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പാർട്ടിയെ പരാജയത്തിലേക്ക് നയിക്കുമെന്നതാണ് സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ പരാതി പറഞ്ഞതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വ്യക്തമാക്കുന്നത്. കെ സുധാകരൻ ചില കാര്യങ്ങൾ തന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ എന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു മുതിർന്ന നേതാക്കൾ കെ സുധാകരൻ ഒഴികെയുള്ള മറ്റു നേതാക്കളും പാർട്ടിയിലെ ആശയക്കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിച്ചിരുന്നു. KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ ആശയവിനിമയങ്ങൾ നടത്തുന്നില്ല. ഒറ്റയ്ക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നു. മുതിർന്ന നേതാക്കളോട് ഇക്കാര്യങ്ങളൊന്നും പറയുന്നു പോലുമില്ല. കാരണം പല വാർത്തകളും മാധ്യമങ്ങളെ കൂടിയാണ് മുതിർന്ന നേതാക്കൾ അറിയുന്നതെന്ന വിമർശനം കൂടി ഇന്ന് ഈ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. നവംബർ 1 മുതൽ ഊർജിതമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആരംഭിക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഓട്ടാക്കി മാറ്റാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ചില പദ്ധതികൾ സംസ്ഥാനത്ത് എങ്ങനെയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്ന പദ്ധതികൾ കോൺഗ്രസ് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഇന്ന് ഈ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ചില മാറ്റങ്ങളും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും അതിർത്തികളെല്ലാം പരിഹരിക്കണം, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നതാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയം. പക്ഷേ അത് എത്രത്തോളം പരിഹരിക്കപ്പെടുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും വ്യക്തമാക്കുക. എന്തായാലും തങ്ങൾക്കുള്ള അതിർത്തിയെല്ലാം ഇന്ന് ഹൈക്കമാൻഡിനുള്ള യോഗത്തിൽ കൃത്യമായി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നില്ല, അതുപോലെ തന്നെ KPCC യോഗങ്ങൾ ചേരുന്നില്ല. ഇതിനെല്ലാം ഒരു പരിഹാരം വേണമെന്നതാണ് ഹൈക്കമാൻഡിനോട് നേതാക്കൾ ഒറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഒരുമിച്ചുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് വയ്ക്കുമെന്നതും ഏറെ നിർണായകമാണ്.